നമസ്കാരം. ഭക്ഷണകാര്യത്തിൽ നമ്മൾ എത്രത്തോളം വൃത്തി പാലിക്കാറുണ്ട്? ഭക്ഷണമൊക്കെ കൃത്യമായി പാകം ചെയ്ത് തന്നെയാണോ നമ്മൾ കഴിക്കുന്നത്? നമ്മൾ കൈകൾ വൃത്തിയായി കഴുകാറുണ്ടോ ഭക്ഷണത്തിന് മുമ്പ്? ഇതൊക്കെ പണ്ട് മുതലേ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോഴും പലരും പാലിക്കാതെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദിവസങ്ങളിൽ ഫ്ലോറിഡയിലെ ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. ഡോക്ടർ സാം ഖാലി എന്ന ഡോക്ടറാണ് തൻ്റെ ഞെട്ടിപ്പിക്കുന്ന അനുഭവം വെളിപ്പെടുത്തിയത്. ഒരാൾ വീഴ്ചയെ തുടർന്ന് കടുത്ത വേദനയോടുകൂടിയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. വീഴ്ചയിൽ തൻ്റെ ഇടുപ്പിന് കഠിനമായ വേദനയുണ്ട് എന്നാണ് രോഗി പറയുന്നത്. ഇതേ തുടർന്ന് ഇയാളുടെ ഇടുപ്പിൻ്റെ ഒരു എക്സ്റേ എടുക്കാൻ ഡോക്ടർ തീരുമാനിക്കുന്നു. എന്നാൽ എക്സ്റേ ഫിലിം കണ്ട ഡോക്ടർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. കാരണം ഇയാളുടെ ശരീരത്തിനുള്ളിൽ മുഴുവൻ ചെറിയ അരിമണികൾ പോലെയുള്ള എന്തോ ഒരു വസ്തു കാണപ്പെടുന്നുണ്ട്. വിശദമായ പരിശോധനയിലാണ് ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇവയൊക്കെ തന്നെ നാടവിരകളുടെ മുട്ടയാണ് എന്ന്. ഡോക്ടർ പറയുന്നത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്നെ ഇത്രയും ഞെട്ടിപ്പിച്ച ഒരു എക്സ്റേ കണ്ടിട്ടില്ല എന്നാണ്. അത്രത്തോളം ആ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ഈ നാടവിരയുടെ മുട്ടകൾ പെരുകിയിരിക്കുന്നു. ഇത് സിസ്റ്റിൻ്റെ രൂപത്തിൽ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ശരിക്കും വീഴ്ചയെ തുടർന്ന് തന്നെ കാണാനെത്തിയ മനുഷ്യന് വീഴ്ചയേക്കാളുപരി ഗുരുതരമായ മറ്റൊരു ആരോഗ്യ പ്രശ്നം കൂടി ഉണ്ട് എന്ന കാര്യം അറിയില്ലായിരുന്നു. പിന്നീട് ഡോക്ടർ ഇക്കാര്യം അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വൃത്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇയാളോട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കി. ഇയാൾ സ്ഥിരമായി പന്നിയിറച്ചി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും മതിയായ തോതിൽ പാകം ചെയ്തതിന് ശേഷമല്ല, അതായത് നന്നായി വെന്തതിന് ശേഷമല്ല ഇയാൾ സ്ഥിരമായി ഈ പന്നിമാംസം കഴിക്കാറുള്ളത് എന്നാണ് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പന്നിമാംസത്തിൽ ധാരാളമായി ഇത്തരത്തിലുള്ള നാടവിരകൾ ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ പോലും പന്നി ഇറച്ചി വേവിക്കുമ്പോൾ അത് വളരെ നന്നായി മറ്റുള്ള ഇറച്ചികളെക്കാളൊക്കെ തന്നെ കൂടുതൽ സമയം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷിക്കാറുള്ളത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അയാളുടെ ഇഷ്ടപ്രകാരമായിരിക്കാം അധികം വേവിക്കാതെയാണ് ഇയാൾ പന്നിമാംസം സ്ഥിരമായി കഴിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ നാടവിരയുടെ മുട്ടകൾ ശരീരം മുഴുവൻ പെരുകിയത്. ഇവ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് പറന്നു പിടിക്കുന്ന ഒന്നാണ്. സാധാരണ കാലുകളിലും ഇടുപ്പിലുമൊക്കെയാണ് ഈ നാടവിരകൾ ഇത്തരത്തിൽ മുട്ടയിട്ട് പെരുകുകയും ചെയ്യുന്നത്. ഇത് തലച്ചോറിനെയോ നമ്മുടെ നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ മരണം ഉറപ്പാണ്. ഓരോ വർഷവും ലോകമെമ്പാടും ഇത്തരത്തിലുള്ള കൃത്യമായ വൃത്തിയില്ലാതെ ഭക്ഷണമുണ്ടാക്കി കഴിച്ച് രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം 500,000-ലധികമാണ് എന്നുള്ളതാണ് കണക്ക്. ഏതാണ്ട് 50 ലക്ഷത്തോളം പേരെങ്കിലും ഇത്തരത്തിൽ രോഗികളായി മാറുന്നുവെന്നും ഇതിൽ 50,000-ഓളം പേരാണ് മരിക്കുന്നതെന്നുമാണ് ഡോക്ടർമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇത് സംഭവിക്കാറുണ്ട് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവയിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഡോക്ടർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിന് മുമ്പ് കൈ വളരെ നന്നായി വൃത്തിയായി സോപ്പിട്ട് കഴുകുക. പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് പന്നി ഇറച്ചിയാണെങ്കിൽ അത് നന്നായി വേവിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മറ്റിറച്ചിക്കും എല്ലാം തന്നെ ഇത് ബാധകമാണ്. ഭക്ഷണം നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. വളരെ സൂക്ഷ്മതയോടെ വൃത്തിയോടെ നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളും മറ്റും സൂക്ഷിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പേർ അനുസരിക്കുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ നാടവിരയുടെ മുട്ടകൾ വൻതോതിൽ ശരീരത്തിൽ പെറ്റുപെരുകി അവ തലച്ചോറിനെയോ നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കുമ്പോൾ മാത്രമായിരിക്കും പലപ്പോഴും ആരോഗ്യനില ഗുരുതരമാകുന്നതും ഡോക്ടറെ സമീപിക്കുന്നതും. ഇവിടെ ഈ വ്യക്തി വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് ഡോക്ടറെ കാണാനെത്തിയത് എങ്കിലും അയാളുടെ ശരിക്കുമുള്ള പ്രശ്നം അതിനേക്കാൾ എത്രയോ ഗുരുതരമാണ് എന്നായിരുന്നു ഡോക്ടർ ഇവിടെ കണ്ടെത്തിയിരുന്നത്. അയാളുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിതശൈലി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു കുഴപ്പത്തിന് കാരണമായത് എന്ന് ഡോക്ടർമാർ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അയാളുടെ ശരീരത്തിൽ എത്ര സിസ്റ്റുകളുണ്ട് എന്നുള്ളത് പോലും ഡോക്ടർമാർക്ക് എക്സ്റേ നോക്കി എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ആഹാരം, പ്രത്യേകിച്ച് മാംസാഹാരം കഴിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ പരിപാലിച്ചാൽ ഇത്തരം ഭീകരമായ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം എന്നാണ് ഡോക്ടർ പറയുന്നത്.